ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കറി ഉണ്ടാക്കണേന്. ഇത് നേരത്തെ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് ഒന്ന് ഇടാമെന്ന് ഓർത്തുകൊണ്ട് ഒന്നും കൂടി ഉണ്ടാക്കി നോക്കണേന്. അപ്പോഴത്തേക്ക് അതിനകത്ത് കടുക് പൊട്ടിച്ച് വേപ്പര ഇട്ട് പകുതി സവാള പൊടി പൊടി പോലെ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്ലി വെളുത്തുള്ളി ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കാന്താരി മുളക് അണിയായിട്ടത് മറ്റേ പച്ചമുളകിന് ഒരു 3-4 കാന്താരി മുളക് ഇട്ട്. ഇവിടെ ഇപ്പോൾ കാന്താരി മുളകാണ് മേടിക്കാറുള്ളത്, അപ്പോൾ അതുകൊണ്ട് അതാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ നടുക്കോട്ട് തന്നെ ഇതൊരുവിധം വാടുമ്പോഴത്തേക്കും ഒരു ഇതാകുമ്പോഴത്തേക്കും നടുക്കോട്ട് ഒരു 3 പപ്പടം ഇട്ട് പൊടി പൊടി പോലെ അരിഞ്ഞിട്ട് ആ പപ്പടം കൂടി മൊരിഞ്ഞ് കഴിയുമ്പോൾ നടുക്ക് ഒരു പകുതി തക്കാളി ഇടാം. ഒരു തക്കാളിയുടെ പകുതി ഇട്ടാൽ മതി, അല്ലെങ്കിൽ പുളി കൂടിപ്പോകുന്നത് കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് കറിയാണ് ഉണ്ടാക്കിയത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചുള്ള, അല്ലെങ്കിൽ വെറുതെ വെള്ളം പോലെ ആയിപ്പോകും, തിക്നെസ് ഉണ്ടാകില്ല നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ട്. അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് അതിൻ്റെ നടുക്കോട്ട് ഒഴിക്കുക. ഇത് കറി അധികം ഉണ്ടാക്കണമെങ്കിൽ അധികം 2 മുട്ടയൊക്കെ ഇടാം. ഞാനിപ്പോൾ കുറച്ചെടുത്തത് കൊണ്ടാണ് ഒരു മുട്ട ഇട്ടത്. അപ്പോൾ എല്ലാം ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞ് കുറച്ച് വേപ്പില നടുക്കിട്ട് പിന്നെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒന്നും കൂടി ചുറ്റിച്ചൊഴിക്കാൻ നമുക്ക് ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ കറി. എല്ലാവരും കണ്ടു നോക്കണേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. ലൈക്കൊന്നും ആരും അധികം ഇടാറില്ല.